നിങ്ങളെല്ലാം ഇതിന് സമ്മതം തന്നുകൊണ്ട് ഈ പേപ്പറിൽ ഒപ്പിടേണ്ടതാണ്. വേലി സ്ഥാപിച്ച് അതിര് തിരിക്കാനുള്ള ഉത്തരവ് ഗവൺമെന്റ് പ്രാബല്യത്തിലാക്കിയിരിക്കുന്നു. എന്താ ഇവിടെ വന്ന് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഇത് ഞങ്ങളുടെ ജമീന്ദാർ അറിഞ്ഞാലുണ്ടല്ലോ എന്താ ഇവിടെ സംഭവിക്കാന്നറിയോ? ഇവിടുത്തെ ജമീന്ദാർ ആരാണെന്നറിയോ? ജമീന്ദാർ വീരമുത്തു. ഭൂപതി ജമീന്ദാർക്ക് ജമീന്ദാർ കേശവർക്ക്, ലാൽ ബഹദൂർ കേശവർക്ക്. ചേട്ടനും അനിയനും പോലെ ഇരിക്കുന്ന ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നീ ആരാണെന്ന്? സാർ, ഇത് മോളിൽ നിന്നുള്ള ഉത്തരവാണ് സാർ. മിണ്ടാതിരുന്നോണം. ഇവിടെ ഞാനാണ് രാജാവ്. എന്റെയാണ് ഈ രാജ്യം. അതിപ്പോ മാത്രമല്ല, എപ്പോഴും ഞാൻ മാത്രമാണ് ഇവിടുത്തെ രാജാവ്. മനസ്സിലായോ? ഇല്ലെങ്കിൽ നീയൊന്നും ജീവനോടെ കാണില്ല. നിന്നെയൊക്കെ കൊന്ന് കാട്ടിലെറിയാൻ ഞങ്ങളുടെ ഇടയിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് പറയലാവരും. ഒരുമിച്ച് നിന്നാൽ സന്തോഷമായിരിക്കും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് സന്തോഷമായിരിക്കും എന്ന് വിചാരിച്ചു. എന്നാ പിറ്റേ ദിവസം ഒപ്പിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. എന്താ ഒന്നിച്ച് നിന്നാലും സന്തോഷം ഉണ്ടാന്ന് പറഞ്ഞ് കൈ കൊടുത്തെന്നോ? എന്നിട്ട് പിറ്റേ ദിവസം തന്നെ പിരിഞ്ഞെന്നോ? അതിന്റെ യഥാർത്ഥ കാരണം എന്താ? പറ്റിയത്? പാവം തണുത്ത് വിറയ്ക്കുകയാണെന്ന് തോന്നുന്നു. ചേട്ടാ പുതപ്പൊന്നും എടുക്ക്. കുളിരല്ലട കോപ്പേ, അദ്ദേഹത്തിന് ഫിക്സ് വന്നതാ. മുത്തശ്ശ എണീക്ക്. മുത്തശ്ശ ഒന്ന് എണീക്ക്. ഹലോ മുത്തശ്ശ ഒന്ന് തുറന്നേ, കണ്ണു തുറന്നേ. ഇതാരടാ? മുത്തശ്ശ ഒന്ന് നോക്ക്. പരമോ? അതാരാ? മുത്തശ്ശൻ കണ്ണു തുറക്കേ. ഫോൺ വെക്കടാ. പിടിക്ക്. അതാ ഈ റൂമിലേക്ക് പോ. പേഷ്യന്റിന് ബോധം വന്നു. അമ്മാവാ, അന്നെന്താ സംഭവിച്ചെന്ന് പറഞ്ഞില്ലോ? അന്ന് ശരിക്കും എന്താ ഉണ്ടായത്? അന്നും ഇതുപോലെ ഫിക്സ് വന്ന് ഞാൻ താഴെ വീണു പോയടാ. അതിനുശേഷം എന്ത് പറ്റിയെന്ന് എനിക്കറിയാൻ പാടില്ല. ഇങ്ങേർക്ക് ആദ്യം ഫിക്സ് വന്നപ്പോ തന്നെ പോകേണ്ടതായിരുന്നു. വാ. ആദ്യ നാട്ടിലെ പ്രശ്നങ്ങൾ എന്താന്ന് മനസ്സിലാക്കണോടാ. അതെ. നിങ്ങളെന്താ ഇവിടെ? അച്ഛന് ഫോൺ വന്നിരുന്നു മോനെ. ഹലോ, ഞാൻ നിങ്ങളുടെ വരാനിരിക്കുന്ന മരുമകളുടെ ഹസ്ബൻഡാ. റോങ് നമ്പർ. ബ്ലഡി ഇഡിയറ്റ്. ഹലോ, നിങ്ങൾക്കെന്താ ഞാൻ പറഞ്ഞത് ഇതുവരെ മനസ്സിലായില്ലെന്നുണ്ടോ? ഫോൺ വിളിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്യുന്നത് എന്തിനാന്ന്? നിനക്ക് എന്താണ് വേദന? എനിക്ക് വേദനയൊന്നുമില്ല, നിങ്ങളുടെ മകനാ വേദന. ഞാൻ അവൻ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവാ. ഇത് മനസ്സിലായതിനു ശേഷം അവനാകെ വിഷമം തോന്നിയിരുന്നു. ഇപ്പം അങ്ങനെ ഫീൽ ചെയ്യുന്നേ. നാളെ അവന് പ്രാന്താവുന്നതിന് മുന്നേ നിങ്ങൾ വന്നൊന്ന് ആശ്വസിപ്പിച്ചോ. അവനെന്തിനാ നിങ്ങളെ ഫോൺ ചെയ്യുന്നത്? എനിക്കെങ്ങനെ അറിയാൻ പറ്റും? നിന്നെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. നീ ഇവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടെന്ന് വെച്ച് ഓടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ. ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ് ബ്രോ. നിന്റെ കോളിന് വേണ്ടി ഉറങ്ങാതെ വെയിറ്റ് ചെയ്തേ. എടാ ഭ്രാന്ത, നീ എന്തിനാ എൻ്റെ അച്ഛനെ ഫോൺ ചെയ്ത്? അത് സിമ്പിൾ മച്ചാ. നീ എൻ്റെ കോള് കട്ട് ചെയ്തു. അപ്പം എനിക്ക് ദേഷ്യം വന്നു. അപ്പം നിന്റെ അച്ഛനെ കോൾ ചെയ്തു. എൻ്റെ അച്ഛൻ നമ്പർ നിനക്കെങ്ങനെ അറിയാടാ? ഓ, നിന്റെ അച്ഛൻ വലിയ പ്രൈം മിനിസ്റ്റർ അല്ലേ. നീ എന്തുകൂടെ അങ്ങനെ പ്രാന്തനായി സംസാരിക്കുന്നേ? പ്രതികാരം എങ്ങനെ വേണേലും ചെയ്യാടാ മച്ചാ. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? പഴയ ആളെ എന്നെ വിട്ട് പോയപ്പോൾ ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് നീ എന്തായാലും അറിയണം. നോട്ട് നിരോധന സമയത്ത്
ബ്ലാക്ക് മണി കയ്യിലുണ്ടായിരുന്നവരുടെ വേദനയെക്കാളും വലിയ വേദനയായിരുന്നു. ആ വേദന നീയും അറിയണം. ടൈമില്ല കോബദ. ഇൻവിറ്റേഷൻ ഓൾറെഡി ഓർഡർ കൊടുത്തു കഴിഞ്ഞു. അത് നീ ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്ക്. ഇറ്റ്സ് ഗെറ്റിംഗ് ടു ലേസി. വെറുതെ ജയിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് നോക്കാം, സാമ്പാറാണോ ദം ബിരിയാണി ആണോ എന്ന്, ശങ്കറാണോ രാജമൗലി ആണോ എന്ന്. എന്താടാ പറ്റിയേ? മോനെ, നമുക്ക് ഈ നാടും വേണ്ട, ഇവിടുത്തെ പെണ്ണും വേണ്ട. നമുക്ക് ഇവിടുന്ന് പോവാം. ആദ്യം നിങ്ങളെ പറയണ്ടേ. സന്തോഷത്തോടെ ഇരുന്ന നമ്മുടെ മോനെ ഇവിടേക്ക് അയച്ചില്ലേ? എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? അമ്മ, ഞാൻ ഇതുവരെ ഏതെങ്കിലും പെണ്ണിനോട് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും നോക്കുന്നെങ്കിലും കണ്ടിട്ടുണ്ടോ? അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ മുതൽ മനസ്സിനകത്ത് എന്താണെന്നറിയില്ല അച്ഛാ. എപ്പോഴും അടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാനിപ്പോ അതൊക്കെ നിർത്തിയിട്ട് ഈ നാടിപ്പോ ഒന്നാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് എപ്പോഴും അത്രയ്ക്ക് ഇഷ്ടമാണ് അച്ഛാ. ഞാനെപ്പോഴും ഹാപ്പി ആയിരിക്കും എന്ന് പറയാറില്ലേ? ഞാൻ ഹാപ്പി ആയിരിക്കണമെങ്കിൽ ആ പെണ്ണെന്റെ ജീവിതത്തിൽ വേണം. അതുകൊണ്ടല്ല മോനെ ഞങ്ങള്. നീ മിണ്ടല്ലേ? അവൻ വഴക്കുണ്ടാക്കുമ്പോൾ നീ വേണ്ടാന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവും. ഇപ്പൊ അവൻ സ്നേഹിക്കുന്ന സമയത്ത് വേണ്ടാന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ എന്താ പറഞ്ഞേ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ മിണ്ടാതിരിക്കേ. എടാ, നീ അവളെ വിളിച്ചു പറ. അവളെ കൂട്ടിക്കൊണ്ട് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോരും. താങ്ക്സ് അച്ഛൻ. ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടല്ലേ? ഇതൊന്ന് നോക്കിക്കേ. നോക്കട്ടെ. ഇവിടെ നോക്ക് പെണ്ണെ, വയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പോഴാ ഭക്ഷണം കഴിച്ചത് മുത്തശ്ശി? ആ, നീ ഇനിയും കഴിച്ചില്ലെന്നാ ഞാൻ വിചാരിച്ച. അഹങ്കാരം. പോടി. എല്ലാവരും ചാവുന്നുണ്ട്, ഈ തള്ള മാത്രം ചാവാത്ത. എന്ത് കോലമാണ് നിന്റെ? നീ എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്ന? ഒരു തവണ എനിക്ക് ഹരിയെ കാണണം. പുറത്തു പോകാൻ പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെ കാണുന്നത്? അങ്കിൾ, അങ്കിൾ. എടാ മുടിയാ, അങ്കിൾ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. സംസാരിക്കില്ലേ? നമസ്കാരം. ഗുഡ് മോർണിംഗ് അങ്കിൾ. നമസ്കാരം. സുഖമായിരിക്കുന്നു? നിങ്ങൾ കറത്തലിരിക്കുന്നു. അങ്കിൾ, ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കാർഡ് നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാ. സെക്കൻഡ് കാർഡ് എന്താ? ട്രൂത്ത് ഓർ ഫോൾട്ട്. മഞ്ഞൾ തേച്ച് സെക്കൻഡ് കാർഡ് എടുത്ത് കൊടുക്ക്. ഈ സമയത്ത് മഞ്ഞൾ ഞാൻ എവിടെ പോകാനാ? മിണ്ടായിരിക്കും. മഞ്ഞൾ മഞ്ഞൾ, ഈ മുഖത്ത് മൊത്തം മഞ്ഞളാണല്ലോ. ഒന്ന് തിരിഞ്ഞ്. എന്തിനാ ഇത്രയും വലിയ കാതുത്തിരിക്കുന്നത്? കല്യാണത്തിന് എന്തായാലും വരണം. സീരിയസ്ലി. കുടിക്കാനെന്താ വേണ്ടേ? ചായ, കാപ്പിയോ? നിങ്ങളുടെ മകളെയാ. അത് പിന്നെ പെണ്ണും പയ്യലും ചേർന്ന് ഒരുമിച്ച് കാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് എന്റെ മോൻ വിചാരിക്കുന്നു. അത് സൂപ്പറായി അച്ഛാ. അവളെ വിളിച്ചോണ്ടോ? എനിക്ക് തലവേദന, വരാൻ പറ്റില്ല എന്ന് പറ. നിന്നോടല്ലേ പറഞ്ഞേ അവളെ വിളിച്ചോണ്ട് വരാൻ? അല്ല, എവിടേക്കാ പോകുന്നേ? ജൂത്തർ ഫോൺ. അത് പിന്നെ മോളെ കൂട്ടിയിട്ട് പോകുന്നല്ലേ, പറഞ്ഞിട്ട് തന്നെ പോകണം. അങ്ങനെയല്ലേ? അവളുടെ കോളേജിലേക്ക് അങ്കിളെ. കോളേജിലേക്കോ? എന്താ അവള് വരില്ലേ? തലവേദന എന്ന് പറഞ്ഞിരിക്കുക. എന്റെ അമ്മേ, ഇവളെന്താ എങ്ങനെ ഇരിക്കുന്നത്? ഫ്രണ്ടാണോ? ഇവൻ ഏത് മോങ്ങത്തലേന? ഇന്ത്യക്കൊന്നും വേണ്ട, ഇന്നമായിട്ട് പോവാം. വാ. കൊടുക്കേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തില്ലേ? അത് തന്നെ. ഇവൻ എന്തിനാടി കെട്ടുന്നേ? നിനക്കൊന്ന് ആലോചിച്ചൂടെ? ലൈഫ് കോംപ്രമൈസ് ചെയ്യല്ലേ? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടിയല്ലേ നിങ്ങളെപ്പോലുള്ള ഫ്രണ്ട്സൊക്കെ ഉള്ളത്? ഞാനിങ്ങനെ ഉപദേശിച്ചില്ല. അതെ അതെ, നിന്നെ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ മാത്രമേ പറ്റൂ, ഐഡിയ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് പണ്ടേ മനസ്സിലായി. ആ ബ്രദർ, പെണ്ണ് കാണാൻ നല്ല സുന്ദരിയാണല്ലേ? അവളുടെ അടുത്ത് അവൻ ബഫല്ലോ പോലെ ഇരിക്കും. ഹലോ ബ്രോ, നിന്റെ ലവർ എന്റെ ഭാര്യയാവുമ്പോ ഞാൻ വളരെ സന്തോഷത്തിലാ. അതുകൊണ്ട് ഫസ്റ്റ് കാർഡ് നിനക്ക് തരാൻ വേണ്ടി വന്നേ. ഇന്ന കാർഡ്. ഇങ്ങനെയൊക്കെ നീ ചെയ്യുന്ന അറിയുന്നോണ്ടാ സിന്തറ്റിക് കാർഡിൽ ഞാനത് പ്രിന്റ് ചെയ്തേ. അത്